ഇത്രയേറെ കാലതാമസം വന്നൊരു തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ആരുടെ അനുഭവത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. എത്ര ഡിലേ ആണ്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും ചെല്ലുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കംപ്ലയിൻറ്റ്. ഒരു ബൂത്തിൽ 3 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. ഇത്രയും ഗൗരവതരമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറായതിൻ്റെ പേരിൽ, VVPAT മെഷീൻ തകരാറായതിൻ്റെ പേരിൽ നിരന്തരം ഇങ്ങനെ മാറ്റിവെക്കുകയും ഡിലേ ആയി വരുമ്പോൾ ഞാൻ നേരിട്ട് കണ്ടതാണ്. നട്ടുച്ചയ്ക്ക് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഈ വോട്ടർമാർക്ക് ഇരിക്കാനോ വോട്ടർമാർക്ക് തണലേകാനോ ഉള്ള ഒരു സംവിധാനവും ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കുന്നില്ല. അപ്പോൾ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് എത്ര നേരം 2-3 മണിക്കൂർ കാത്തുനിന്ന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാഹസികമാണ്. ഞാൻ ഇത്രയും ശതമാനം വോട്ടിംഗ് വന്ന മുഴുവൻ വോട്ടർമാരെയും എങ്ങനെ സല്യൂട്ട് ചെയ്യണമെന്നറിയില്ല. കാരണം അവർ മണിക്കൂറുകൾ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് കാത്തുനിന്ന് അക്ഷമയോടുകൂടി കാത്തുനിന്ന് വോട്ട് ചെയ്ത് തിരിച്ചു പോയത്. അതിൽ ഈ വോട്ടിംഗ് മെഷീൻ ഡിലേ വന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പോയ വോട്ടർമാർ പിന്നെ തിരിച്ചു വന്നില്ല. സ്വാഭാവികമായും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നതിൽ ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അധികം നേരം നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ എത്ര പേരാണ് കുഴഞ്ഞു വീണ് തന്നെ മരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഈ കാലാവസ്ഥയും കാലാവസ്ഥയ്ക്ക് അനുരോധമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തതിൻ്റെ പേരിൽ ഒരു നല്ല വിഭാഗം വോട്ടർമാർ വോട്ട് ചെയ്യാതെ പോളിംഗ് ബൂത്തിൽ വന്ന് മടങ്ങിപ്പോയവരുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ വോട്ടിംഗ് പിന്നെ ബാക്കി രാഷ്ട്രീയ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വിശദമായ വിശകലനത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം വോട്ട് ചെയ്യാതെ മാറുന്നോ, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ മാറുന്നോ, ഏതെങ്കിലും മുന്നണിയിൽ അങ്ങനെ മറ്റെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ സ്വാധീനത്തിൻ്റെ ഭാഗമായി വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നോ എന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആ കാര്യത്തെ സംബന്ധിച്ച് പറയാൻ കഴിയൂ. ഏതായാലും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതും ഈ തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനം ഒരുക്കിയ വിഷയത്തെ സംബന്ധിച്ചൊരു അന്വേഷണം അനിവാര്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയേറെ കാലതാമസം വന്ന് എൻ്റെ അഭിപ്രായം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാകണം. കാരണം എന്തൊരു അസ്വസ്ഥതയും അസ്വീകാര്യതയുമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് എല്ലാ സ്ഥലങ്ങളിലും. അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വലിയ തോതിൽ വോട്ടർമാരിൽ ഒരു വല്ലാത്ത നിരാശയും ഒരു വല്ലാത്ത അതൃപ്തിയും ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ നല്ലൊരു വിഭാഗം വോട്ട് ചെയ്യാതെ മാറി നിന്നു എന്ന് വേണം ഇപ്പോൾ വിലയിരുത്താൻ. ഞാനിതൊന്നും ഫൈനാലിറ്റി അല്ല, ഒരു ഊഹം വെച്ചിട്ട് പറയുന്നതാണ്. ഞാൻ ഇന്നലെ 1219 ബൂത്തുകളിൽ ഞങ്ങൾ 3 പേരും മാറി ഞങ്ങൾ 200-ലധികം ബൂത്തുകളിൽ ഇന്നലെ നേരിട്ട് പോയി സന്ദർശനം നടത്തുകയാണ്. ഇതൊക്കെ ഒരു അനുഭവമായി. തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനം ഒരുക്കുന്നതിൽ എന്തോ കാര്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് സാങ്കേതികമായിട്ടുള്ള വീഴ്ച മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് മതിയായ പരിജ്ഞാനവും നല്ല പരിശീലനവും സിദ്ധിച്ചവരായിരുന്നില്ല പല പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായിരുന്നത് എന്നുള്ളതും നമുക്കെല്ലാം. അതായത് ഒരേ കെട്ടിടത്തിനകത്ത് ഒരു ബൂത്തിൽ 800 വോട്ട് നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് 300 ചില്ലുവാൻ വോട്ടേ നടക്കുന്നുള്ളൂ. എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും തുല്യം, സ്റ്റാഫിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും. പക്ഷേ അതേ ഒരു ഹാളിൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ബൂത്തിൽ വലിയ വ്യത്യാസമാണ്. അപ്പോൾ നല്ല പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഡിപ്ലോയ് ചെയ്യുന്ന കാര്യത്തിലും അതിൻ്റെ സംവിധാനം ഒരുക്കുന്ന കാര്യത്തിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചതാണ് മറ്റൊരു കാര്യം അഭിപ്രായപ്പെടാം. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ CPM സ്വീകരിച്ച സമീപനം അല്ലെങ്കിൽ CPMൻ്റെ പ്രചരണം പൂർണ്ണമായും വർഗീയ പ്രചരണം മാത്രമാണ് CPM കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയത്. ഞാൻ വിശദീകരിച്ചിട്ടുള്ളത് ആവർത്തിക്കില്ല. ഒന്ന്, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ജയിച്ചാൽ BJPയിലേക്ക് പോകും, അതുകൊണ്ട് അയാൾക്ക് വോട്ട് കൊടുക്കരുത്, അയാൾ BJP മോദി മന്ത്രിസഭയിൽ അംഗമാകുമെന്നുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് ചെറിയ ആൾക്കാരൊന്നുമല്ല. അത് ഞാൻ തന്നെ പറഞ്ഞതാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ, അതുപോലെ തന്നെ ഇവിടെ വന്ന് പ്രചരണം നടത്തി മിക്കവാറും എല്ലാവരും, CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ പ്രധാന ജോലി ഇത് തന്നെയായിരുന്നു. മിക്കവാറും എല്ലാം ഇവിടുത്തെ കൊല്ലത്തെ മേയർ, എന്തിനേറെ പറഞ്ഞു എതിർത്ത LDFൻ്റെ സ്ഥാനാർത്ഥി പോലും കോൺവെന്റുകളിൽ പോയി അയാൾ ജയിച്ചാൽ BJPയിൽ പോകും, അതുകൊണ്ട് നിങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വോട്ട് തരണം എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലജ്ജാകരമായിട്ടുള്ള പരിഹാസ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിനായിരുന്നു CPM നേതൃത്വം കൊടുത്തത്.